ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡാസിൽ നോട്ടസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ആക്സസറീസ് ആണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഒരു ഓൾഡ് ജീൻസാണ്. എൻ്റെ കയ്യിലുള്ള ഒരു ഓൾഡ് ജീൻസാണ് ഇത് ഞാൻ ഷോർട്ട്സ് ആക്കാൻ വേണ്ടിയുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ബാക്കി വരുന്ന ആ ക്ലോത്താണ് നമ്മൾ ഇന്നത്തെ ഈ നെക്ലസ് ആൻഡ് ഇയറിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ടെക്നിക്കലി നമ്മളത് കളയാണ് ചെയ്യുക. അപ്പോൾ അത് കളയണതിന് പകരം നമുക്കതിൽ നിന്ന് ഈ ആക്സസറി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ആ പീസ് എടുത്ത് അതിൽ ഒരു സ്ക്വയർ ഷേപ്പ് ട്രേസ് ചെയ്തതിന് ശേഷം നമ്മളത് കട്ട് ചെയ്ത് എടുക്കണം. പിന്നെ നമുക്ക് ഇതിന് ആവശ്യമുള്ള അടുത്ത സാധനം ഹൂപ്പ് ഇയറിംഗ് ആണ്. അത് ഗോൾഡ് ആവാം, സിൽവർ ആവാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് സിൽവറാണ്. പിന്നെ ഈ സ്ക്വയർ ഷേപ്പ് അതെന്തോ ആവാം ട്രേസ് ചെയ്യാൻ എടുത്തിട്ട് അത് നമ്മളൊരു പെൻസിൽ വെച്ചിട്ട് അത് ട്രേസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് 2 പീസ് വേണം ആക്ച്വലി, കാരണം നമ്മൾ 2 ഫ്ലവറാണ് അല്ലോ ഉണ്ടാക്കുന്നത്. 2 ഫ്ലവർ ഇയറിങ്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് 2 പീസ് വേണം. അപ്പോൾ ട്രേസ് ചെയ്ത് കട്ട് ചെയ്ത് 2 പീസ് നമുക്ക് എടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ആ ഒരു ഷാർപ്പ് എഡ്ജസ് ഒരു വേവി പാറ്റേണിൽ കട്ട് ചെയ്ത് മാറ്റണം. അതിന് ശേഷം നമ്മൾ എഗെയിൻ വേവി പാറ്റേണിൽ സ്വേൾ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ജീൻസ് സ്ട്രിപ്പാക്കി മാറ്റുകയാണ് ഈ സ്ക്വയർ പീസിനെ. നമ്മളിങ്ങനെ ഈ സ്വേളി പാറ്റേണിൽ വേണം ഇത് കട്ട് ചെയ്ത് എടുക്കാൻ. അതുപോലെ തന്നെ കട്ട് ചെയ്യുമ്പോൾ വേവ്സും ക്രിയേറ്റ് ചെയ്ത് ഒപ്പം തന്നെ പോകണം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് ദിസ് ആക്ച്വലി, ഒരു ലോങ് സ്ട്രിപ്പ് വിച്ച് ഹാസ് എ വേവി പാറ്റേൺ. പിന്നെ നമുക്ക് ഈ ഗ്ലൂ എടുത്തിട്ട് ഇതിന് നമ്മളൊരു റോസ് പാറ്റേണിൽ ചുറ്റി അതിന് നമ്മൾ റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. മിഡിൽ എപ്പോഴും ഒരു ഗ്യാപ്പ് ഇടാൻ മറക്കരുത്, കാരണം നമുക്ക് ആ ഹൂപ്പ് ഇറങ്ങി ഈ ഒരു ഗ്യാപ്പിലൂടെയാണ് നമ്മൾ കയറ്റാൻ പോകുന്നത്. പിന്നെ ഗ്ലൂ നന്നായി വെച്ച് സെക്യൂർ ചെയ്ത് അത് ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവരണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു ഗുഡ് എമൗണ്ട് ഓഫ് ഗ്ലൂ നമ്മൾ എന്തായാലും അപ്ലൈ ചെയ്യണം, ഇല്ലെങ്കിൽ അത് ഊരിപ്പോരാനുള്ള സാധ്യതകൾ ഉണ്ട്. ലാസ്റ്റ് എത്തുമ്പോൾ മേക്ക് ഷുവർ പശ നല്ലോണം വെച്ച് ഒട്ടിച്ച് എല്ലാം സെക്യൂറായി എന്ന് വരുത്തുക. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഫ്ലവർ ഷുഡ് ലുക്ക് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഫ്ലഫ് അപ്പ് ആക്കിയതിന് ശേഷം നമ്മൾ ആ ഫസ്റ്റ് ബിഗിനിങ്ങിലിട്ട ഹോളിലൂടെ നമ്മുടെ ഈ ഹൂപ്പ് ഇയറിങ് കെയർഫുള്ളി ഉള്ളിലേക്ക് കയറ്റി അതിനെ ഒരു മിഡിലായിട്ട് കൊണ്ടുവന്ന് നിർത്തണം. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ബാക്കിൽ ഇങ്ങനെ റോ എഡ്ജസ് അതുപോലെ എന്തെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് കളയുക. പിന്നെ ഒരു തിക്ക് ലെയർ ഓഫ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഗ്ലൂ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഇൻ കേസ് അത് തുറന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തിക്ക് ലെയർ ഓഫ് ഗ്ലൂ ഒന്നും കൂടി അതിൻ്റെ പിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിനെ ഒന്ന് നന്നായി സെക്യൂർ ചെയ്ത് റെഡിയാക്കുക.
അപ്പോൾ ഇയറിങ് ഏതാണ്ട് റെഡിയായി കഴിഞ്ഞു. നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് നെക്ക് പീസാണ്. ഇറ്റ്സ് ലൈക്ക് എ ചോക്കർ. അപ്പോൾ അതിനാവശ്യം എന്തെങ്കിലും ഒരു റൗണ്ട് ഷേപ്പിലുള്ള കുഞ്ഞിയ ഒരു ഷേപ്പ്. നമ്മൾ നേരത്തെ ട്രേസ് ചെയ്യാൻ സ്ക്വയറാണ് എടുത്തത്, ഇവിടെ നമ്മൾ റൗണ്ടാണ് എടുക്കുന്നത്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ട്രേസ് ചെയ്ത് റൗണ്ട് ഷേപ്പാക്കി എത്രത്തോളം പീസുകൾ വേണോ അത്രത്തോളം പീസുകൾ ട്രേസ് ചെയ്ത് എടുത്തിട്ട് ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ള ഗ്ലാസിൻ്റെ മേലെ ഓരോരോ പീസ് വൺ ഓൺ ടോപ്പ് ഓഫ് അതർ എന്നുള്ള ആ ഒരു പാറ്റേണിൽ വെക്കുക, ഗ്ലൂ തേക്കുക, എഗെയിൻ വെക്കുക. അങ്ങനെ റൗണ്ടിൽ നമ്മൾ വെച്ച് ഇതുപോലെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഗ്ലാസ്സിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു റോസ് ആയിട്ടുണ്ടാവും. അതിൻ്റെ ബാക്ക് ഇതുപോലെ ഒരു പീസ് വെച്ചിട്ട് സെക്യൂർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചോക്കറിൻ്റെ റോസ് പെൻഡൻ ശരിയായി. ഇങ്ങനെയാണ് ആ പെൻഡൻ ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ ഒരു മീഡിയം സൈസ് റോസാണ്. ഈ സർക്കിളിൻ്റെ വലിപ്പം കൂട്ടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഫ്ലവറിൻ്റെ വലിപ്പവും നിങ്ങൾക്ക് കൂട്ടാം. ബട്ട് ഐ തിങ്ക് ദിസ് വിൽ ബി ഗുഡ് എനഫ് ഇൻ സൈസ്. അപ്പോൾ നമ്മുടെ റോസ് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് വേണ്ടത് നമ്മുടെ ചോക്കറിൻ്റെ മറ്റേ നെക്ലസ് സ്ട്രിപ്പ്. അത് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് റിബൺ കട്ട് ചെയ്ത് അത് ഞാൻ തയ്ച്ചെടുത്തു. ഫോൾഡ് ചെയ്ത് മടക്കി അടിച്ച് തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഫ്ലവർ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം. അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സോ എൻ്റെ നെക്കിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് ഞാനത് കട്ട് ചെയ്ത് കറക്റ്റ് മെഷർമെൻറ്റിലാക്കി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ആ ഫ്ലവർ ഇതിലോട്ട് നിർത്താൻ വേണ്ടി ഇതുപോലെ ഒരു ചെറിയ ബാൻഡ് ഉണ്ടാക്കിയിട്ട് അതും തയ്ച്ചെടുത്ത് പശ വെച്ച് അതിൻ്റെ പിന്നിലോട്ട് ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ നെക്ലസ് ബാൻഡ് അതിൻ്റെ ഉള്ളിലോട്ട് കടത്തി വിടുക. നമ്മുടെ നെക്ലസ് അപ്പോൾ റെഡിയായി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇതാണ് നമ്മുടെ ഒരു Y2K സ്റ്റൈൽ ചോക്കർ ആൻഡ് ഇയറിങ്സ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല, കാരണം ഇതൊരു യുണീക്ക് അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ഡിസൈനാണ്. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായി സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ദിസ് ഇസ് ഷംസിയ സൈനിങ് ഓഫ്.